പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാഗ്ദത്ത വചനം ജോബിന്റെ പുസ്തകം 19 അധ്യായം 26 വാക്യം ഓർക്കുക. ഈ പ്രഭാതത്തില് ഉണരുമ്പോൾ തന്നെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്, ജോബിന്റെ ആഴമായ വിശ്വാസ പ്രഖ്യാപനമാണ് നാം ശ്രവിക്കുന്നത്. ജോബിന്റെ പുസ്തകം 19 അധ്യായം 26 വാക്യം. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. വലിയ വിശ്വാസത്തിൻ്റെ അവസ്ഥ. ഏതു തരത്തിലും പീഡകളോ രോഗങ്ങളോ വന്ന് ഞാൻ ഇല്ലാതായാലും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും, ദൈവത്തിൽ ഞാൻ സംരക്ഷണം കണ്ടെത്തും. വിശ്വാസത്തിൻ്റെ ആഴമായ ഒരു പ്രഖ്യാപനം നടത്തുന്ന ജോബിനെയാണ് നാം കാണുന്നത്. ഓർത്തേ പ്രിയമുള്ളവർ, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഏത് പീഡകളും ഏതവസ്ഥകളാണെങ്കിലും മരണശേഷം എനിക്ക് അഭിമുഖീകരിക്കുവാൻ സാധിക്കുന്ന ദൈവമായിട്ടുള്ള ഒന്നായ ജീവിതം, ഒരു പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിശ്വാസം, അതായത് ജോബ് ഏറ്റുപറയാണ്. പ്രിയമുള്ളവരെ, വലിയ കഷ്ടപ്പാടും ഏതവസ്ഥയുടെ കടന്നുപോയാലും ദൈവം എന്നെ സംരക്ഷിക്കും എന്ന ബോധ്യം. ശരീരത്തിലെ രോഗമോ ഏതവസ്ഥകളാലോ ഞാൻ പീഡ അനുഭവിക്കുമ്പോൾ എൻ്റെ മരണശേഷം ഉദ്ധാനത്തിലുള്ള വലിയ പ്രതീക്ഷ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിലുള്ള ആഴപ്പെട്ട ബോധ്യം, അതാണ് ഇവിടെ ഈ വചനഭാഗത്ത് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, എങ്കിൽ ഇന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ജോബിനെ പോലെ കഷ്ടപ്പാടോ ത്യാഗമോ എന്താണെങ്കിലും ഇതെല്ലാം ശേഷം ദൈവം എനിക്ക് സംരക്ഷണം തരും. ഉദ്ധാനത്തിലുള്ള വലിയ സന്തോഷത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഇവിടെ ജോബിൽ കാണുന്നത്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസത്തിൽ അച്ഛൻ പങ്കുവച്ച ഈ വചനഭാഗത്തെ വെളിച്ചത്തിൽ ഏതെല്ലാം തരത്തിൽ സഹനമോ പ്രയാസമോ വേദന എന്തുമായിക്കൊള്ളട്ടെ, അതെന്നെ മരണത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ പുനരുദ്ധാന സന്തോഷത്തിലേക്ക് തമ്പുരാനുമായി എനിക്ക് ഒന്നായി ചേരുവാൻ സാധിക്കുമെന്ന ബോധ്യം കർത്താവ് നമുക്ക് തരട്ടെ. മറക്കാതെ പ്രിയമുള്ളവരെ, സഹനത്തിനപ്പുറം പ്രതീക്ഷയുടെ ഉദ്ധാനത്തിൻ്റെ ഒരനുഭവം കർത്താവ് എനിക്ക് വേണ്ടി തന്നിരിക്കും. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം അനുഗ്രഹ ദിവസമായി മാറട്ടെ. സഹനത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ചുള്ള പുതിയ ബോധ്യം ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ മാറ്റട്ടെ. അച്ഛൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാം. ഈശോയുടെ ആശീർവാദം അച്ഛൻ നിങ്ങൾക്ക് തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം അച്ഛൻ എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.